ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തീയൊക്കെ കാണിച്ചിട്ടായിട്ട് അങ്ങനെ രാവിലെ നേരത്തെ എണീച്ചിട്ട് മക്കൾക്ക് ലഞ്ച് കൊണ്ടുപോയ ദിവസമാണ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തീയൊക്കെ കത്തിച്ചപ്പോൾ വെള്ളം തെളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വാട്ടർ ബോട്ടിലാക്കിയിട്ട് അതിന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശ കല്ലിൽ ഒഴിച്ചിട്ടോ. അതേപോലെ ചായ മറ്റൊരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ തെളിച്ചപ്പോൾ മക്കൾക്ക് പച്ചക്കറി ഒന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചക്കറി ഒന്നും അങ്ങനെ കൂട്ടില്ല, എന്നാലും ഞാൻ ഉപ്പേരിക്കാക്കി എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. കറിയായിട്ട് അവർ കൂട്ടില്ല കേട്ടോ, അതങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ രണ്ടാൾക്കും ഓരോ കഷ്ണമാണ് ചിക്കൻ പൊരിച്ച് വെക്കുന്നത്. ചോറായിട്ടുണ്ട്. ചോറ് നല്ല ചൂട് ഒരു ചോറ്. ഈ കാസ്ട്രോൾ മക്കൾ രണ്ടാളും റെസിഡൻസിൻ്റെ പരിപാടിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നല്ല കാസ്ട്രോളാണ്. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത് ചൂടുള്ള ചോറ്. അപ്പോൾ ചൂടൊന്നും അങ്ങനെ ആറുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ക്യാരറ്റ് ഉപ്പേരി ആക്കിയിട്ടുണ്ട് കേട്ടോ. മൂത്ത ആൾ പിന്നെയും കഴിക്കും, ചെറിയ ആൾ തീരെ ഉപ്പേരിയൊന്നും കഴിക്കൂലേ. അപ്പോൾ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ രണ്ടാൾക്കും ഓരോ 2 കഷ്ണം വെച്ച് ചിക്കൻ പൊരിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു കഷ്ണം ചിക്കനും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കറിയും. അവർക്ക് ചിക്കൻ ചിലപ്പോൾ കറിയിലിട്ടത് കൂട്ടില്ല, കറി കൂട്ടും കേട്ടോ. കുറച്ച് കറി മതി രണ്ടാൾക്കും കേട്ടോ. ഓലിങ്ങനെ അച്ചാർ കൂട്ടുന്ന പോലെ കുറച്ച് കറി കൂട്ടുള്ളൂ. അങ്ങനെ കുറച്ച് രണ്ടാൾക്കും കുറച്ച് കറിയെ പാത്രത്തിലാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ സ്നാക്സിന് ഓൽക്ക് ഇഷ്ടം ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാൻ 10 രൂപേൻ്റെ പാക്കറ്റ് വാങ്ങണം. സ്നാക്സിന് ഓറിയോ ബിസ്ക്കറ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് 12 പാക്കറ്റുള്ള അങ്ങനത്തെ ഒന്നായിട്ടുള്ള വാങ്ങി തരത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയും കൊടുക്കലുണ്ട്. അങ്ങനെ അവർ സ്നാക്സും ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സെർവറാണ്, അവിടെ ബെഞ്ചിൻ്റെ മുകളിൽ വിരിക്കുകയാണ് സെർവർ. അങ്ങനെ ഞാൻ ഇത് കെട്ടിയിട്ട് ഇങ്ങനെ 4 ഭാഗം കൊടുത്തയക്കല കേട്ടോ. അപ്പോൾ കിറ്റിൽ ചോറ് ചിന്തൂല്ല, അഥവാ മൂടിയിട്ട് തുറന്നാൽ ചോറ് ചിന്തോ എന്നുള്ള പേടിയില്ലല്ലോ. അങ്ങനെ തന്നെ കിറ്റിൽ ഇറക്കി വെക്കട്ടോ. പിന്നെ വാട്ടർ ബോട്ടിലുണ്ട്. അതേപോലെ തന്നെ സ്നാക്സ് കറി അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും വെച്ച് അപ്പോൾ 2 വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ നടന്ന് പോയിട്ടോ. ഓട്ടോമാമ വരുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഓട്ടോമാമ വന്ന് അങ്ങനെ നല്ല മഴ ആയിട്ടുണ്ട്. അപ്പോൾ റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട്. അങ്ങനെ ഓട്ടോമാമ വന്നിട്ട് അവർ ഓട്ടോയിൽ കയറാട്ടോ. ഓട്ടോയിൽ വേറെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. മക്കൾ ബാഗൊക്കെ കൊടുത്ത് കയറാം. ഷാനും റിച്ചും നെച്ചും ഐബക്കും ഉണ്ട്. അങ്ങനെ ബാഗ് കൊടുത്ത് അവർ ടാറ്റ പറഞ്ഞ് പോവാണ്. പിന്നെ ആ ചെറിയ ഡോറ് ക്ലോസ് ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം വന്നപ്പോൾ ഇപ്പം കുറച്ച് മിഠായി കൊണ്ടുപോയിട്ടത് ജെല്ലി മിഠായിയാണ് തോന്നുന്നത്. അപ്പോൾ ഇഷാൻ തിന്നാട്ടത്. ഞാൻ കുറച്ച് തിന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു പുളിപ്പും കാര്യമൊക്കെ. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ നമ്മൾ ചെയ്ത് നോക്കിയിട്ടോ. ക്യാപ്സ്യൂളിട്ട് പൊടിച്ചെങ്ങാണ്ട് ഇങ്ങനെ വിറ്റാമിൻ ക്യാപ്സ്യൂളാണെന്ന് തോന്നുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി. ആദ്യത്തിൽ നമ്മളിത് ഫ്ലോപ്പായി പോയിട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലാക്കിയപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് നോക്കി. അപ്പോൾ ഇവർ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി കഴിച്ചാൽ ഇങ്ങനെ നോക്കിക്കാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ തോനായപ്പോൾ അതിങ്ങനെ താഴത്തോട്ട് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിട്ടാണ് ഈ പരീക്ഷണം നടത്തിയത്. ആദ്യം 1, 2 ഫ്ലോപ്പായിട്ട് പിന്നെ 3-മത്തേതാട്ടോ അത്. അപ്പോൾ ഇന്നത്തെ